എന്താണ് ഇന്നത്തെ പ്രോഗ്രാമത്തിലെ ചർച്ചയാണ്? ഇടേ ഞാനൊരു കാര്യം പറയാം, തലകുത്തി നിന്നാലും ഇവളെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റൂല. പണ്ട് ജോലിയില്ലാത്ത സമയത്ത് ഞാൻ പറയുമ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ അവൾ പറയും. വീട്ടിൽ അത് ജോലിയുണ്ട്, ഈ ജോലിയുണ്ട്, എല്ലാത്തിനും ഒഴിഞ്ഞു മാറുള്ളൂ. അച്ഛാ എന്തൊക്കെ പറഞ്ഞാലും പിള്ളേർ ആഗ്രഹിച്ചില്ല, നമുക്ക് പോവാന്നേ. ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടരുത്, എന്നെ അങ്ങ് ഒഴിവാക്ക്. ഇനിയിപ്പോൾ വീഡിയോ കോൺഫറൻസ് എടുക്കുമ്പോൾ ആ MD എന്തൊക്കെ പറയോ എന്തോ. എന്തു പറയാ, അങ്ങനെയൊക്കെ നല്ല എഫിഷ്യൻ്റ് ആണോ ജോലിക്കാരെ കിട്ടിയിരിക്കുന്നത്? ഭാര്യനെ പൊക്കി പറയാൻ ഭർത്താവിന് എന്തൊരു ഉത്സാഹം. ലച്ചുകാർ തിരികെയാണല്ലേ. ഇനി ലച്ചുനായിരിക്കും പൊങ്കാല. ഇതിൻ്റെയൊക്കെ വായിന്ന് തന്നെ വർത്താനം ഉണ്ടല്ലോ. അത് പിന്നെ എല്ലാ അച്ഛൻ്റെ കേട്ട് പഠിച്ചല്ലേ. പാറു പോലെ അച്ഛൻ്റെ ഭാഷാ ശൈലിയാണ് ഫോളോ അപ്പ് ചെയ്യണത്. എടാ എൻ്റെ ഭാഷയ്ക്ക് എന്താ കുഴപ്പം? എടാ ഞാൻ സംസാരിക്കുക എൻ്റെ പ്രാദേശിക ഭാഷയാണെടാ, അല്ല വേറെ ഒന്നുമല്ല. നീയൊക്കെ സൈറ്റ് വന്ന് നോക്കൂ, ഞാൻ അവിടെ ഭയങ്കര ചീത്ത വിളിയാണല്ലോ. നീ വാ, അത് കേട്ടോണ്ട് നീയൊക്കെ ചീത്ത വിളിക്കുമോ? വിളിക്കോടാ. ഈ അച്ഛൻ എന്തോ വെച്ചാ പറയണേ? അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമ്മ, വാ അമ്മ പോയിട്ട് വരാം അമ്മ എങ്ങോട്ടേലും. എടാ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല അച്ഛനെ കൊണ്ട് പോ. അച്ഛാ നമുക്ക് പോവാ, അമ്മ ഫുൾ സപ്പോർട്ടല്ലേ. ഇപ്പൊ പൈസക്ക് നീ പൈസക്ക് ഇപ്പൊ ചെലവെല്ലാം കൂടെ 3000 അല്ലേ വരുള്ളൂ. കൂടി വന്നാ 3500 രൂപ. ഞങ്ങള് ചെലവ് ചുരുക്കിക്കോളാം അച്ഛാ. 3500 രൂപ അച്ഛ ഇടാനാ? ചോദിച്ചാ വേണ്ട ഏട്ടാ, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ അച്ഛൻ കാറ്റി പറത്തിയിട്ടുണ്ട്. എപ്പാ കാറ്റി പറത്തി? ഇത് നടപടിയാവില്ല. അത് ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം ശരിയാവില്ല. ഒരു കാര്യം ചെയ്യും, ലച്ചും മുടിയനും കൂടെ പൈസ ഇറങ്ങും, നമുക്ക് പോവാം. ലച്ചും മുടിയനും കൂടി പൈസ ഇറക്കുകയും ചെയ്യും, പല പരിപാടികൾ പ്ലാനും ചെയ്യും. പക്ഷെ അതിനകത്ത് അമ്മയച്ചനുണ്ടാവില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് പരിപാടിയാണ് പ്ലാൻ ചെയ്യണത്? ഞങ്ങൾ പ്ലാൻ ചെയ്തോളാം. അതെ, പ്ലാൻ ചെയ്തോളാം. അവരെന്തോ ഒപ്പിക്കാൻ പോവാണ്. നിങ്ങളെ കൂട്ടാത്തോണ്ട് അവർ പ്ലാൻ ചെയ്ത പരിപാടി നടക്കും, അതുറപ്പാ. എന്നെ കൂട്ടിയത് ഇത്ര കുഴപ്പം? കൂട്ടി ഏതെങ്കിലും പരിപാടി നടന്നിട്ടുണ്ടോ? എന്നെ കൂട്ടണം നീ പറഞ്ഞാ? എന്നെ കൂട്ടണം നീ പറഞ്ഞാ? എനിക്ക് തലയ്ക്ക് ഓളോ? എനിക്ക് ഓളോ? ആ ഉണ്ട്. നീ ഓള, നീ എന്താ ഇത്ര വൃത്തിയായിട്ട് വർത്തനം പറയണം? അവര് പറഞ്ഞപ്പോൾ നീ പറഞ്ഞാൽ എന്ത് ഭാഷയാണെന്ന് പറഞ്ഞില്ല. ഈ ഓളന്നൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചത്? ഓ അങ്ങനെ. പാറുവേ രണ്ടിനെയും കാണാനില്ലല്ലേ? സമയത്തിന് വരത്തില്ലെന്നേ. ഒരു കാര്യം ചെയ്യ്, നീ 2 ഞാൻ തൂക്കിയെടുത്തോണ്ട് പോവാ. ഇതൊക്കെ മെനക്കെട്ട കേസായത്. ചെല്ല്, നീ പോയിട്ട് വാ. എവിടെ പോയി കിടക്കായിരുന്നു? ദേ വരുന്നെന്ന് പറഞ്ഞിട്ട്. സിദ്ധുവിന്റെ ഒരു കോള് വന്നോടാ. എനിക്ക് ഓഫീസിൽ നിന്ന് കോള് വന്നു, അതുകൊണ്ട് അർജന്റ് കേസായിരുന്നു. അതൊക്കെ ഓക്കെ. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് അച്ഛൻ ശ്രദ്ധിച്ചാ? ആക്കറിയാ, മേശപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. മേശപ്പുറത്താ? എടാ അച്ഛന്റെ ആ ടേബിളിൽ ശ്രദ്ധിച്ചില്ലെന്നൊന്നും ഞങ്ങൾക്കറിയാൻ പാടില്ല. അച്ഛൻ ശ്രദ്ധിക്കുന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കാത്ത പോലെ ഇരിക്കും, പക്ഷെ ശ്രദ്ധിക്കും, അതെനിക്കറിയാം. അതൊരു പ്ലാൻ എന്താന്നാടാ? ചേച്ചി എന്ത് പ്ലാൻ? എന്ത് ചേട്ടാ പ്ലാൻ എന്താ? അല്ല, ഇതിപ്പോ എന്തുവേണമെങ്കിലും പ്ലാൻ ചെയ്യാം. പക്ഷെ ഈ പരിപാടിയിൽ നമ്മൾ ഇത്ര പേര് ഉള്ളെങ്കിലും 3000 രൂപയെങ്കിലും ആവും മിനിമം, ഉറപ്പാ. പിന്നെ അതുപോലെ തന്നെ ഈ കുരുട്ടിനൊപ്പം കൂട്ടിയാണ്ടല്ലോ അമ്മയച്ചനും ഇല്ലാതെ, നമുക്ക് നല്ല പണിയാവും. ഒരു കാര്യം ചെയ്യ്, ഇവിടെ അച്ഛനപ്പയുടെ കൂടെ നിൽക്കട്ടെ, നമുക്ക് പോയിട്ട് വരാം. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ദേഷ്യം പിടിപ്പിച്ചാ നീ എന്ത് ചെയ്യും? ചേച്ചി ഉടക്കല്ലേ. കുഞ്ഞാ മിണ്ടായിരുന്നോട്ടാ. ചേച്ചി മിണ്ടാതിരി ആദ്യം. രണ്ടെണ്ണം മിണ്ടായിരിക്കുന്നുണ്ടോ? ഇതെന്തോ ചുമ്മാ എപ്പോ നോക്കി എനിക്ക് കീരിമ്പാൻ പോകുമ്പല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടിക്ക് എന്തിനാ നീ അന്നുള്ള കൂടെ കൂടത്തെ? ഇവിടെ എല്ലാവർക്കും അറിയാം. ഇതിന് ഞാൻ എന്തോന്നറിയ ചെറിയ കൊച്ചു അതിന്റെ അടുത്ത് മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കണത്. ഈ കൊച്ചിന് മാത്രം എന്തിനാണ് എന്റെ അടുത്ത് ഇത്ര ദേഷ്യം? എന്നെ കാണാൻ കൊള്ളാം, അതിന്റെ കൽപ്പായി ചേച്ചിക്ക്. പിന്നെ ഇതേ ഈ പണ്ടത്തെ അമ്മച്ചിമാരുടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡയലോഗാണ്. ഇതെങ്ങനെ അവക്ക് കിട്ടി? ഇവള് വേറെ ആളാ, ഏതോ 100 വയസ്സായ അമ്മൂമ്മയുടെ പുനർജന്മം തോന്നുന്നുണ്ട്. ഞാൻ പോകും. എവിടെ പോണെന്ന് മര്യാദക്ക് എവിടെ ഇരുന്നോ? ഒരു തീരുമാനം എടുക്കടേ. എന്തായാലും അമ്മയച്ഛനെ ഇളക്കുന്ന ഒരു പരിപാടി ആയിരിക്കണം ആവിഷ്കരിക്കേണ്ടത്. പടവലത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന പരിപാടിയല്ല. പക്ഷെ ഇന്നൊരു ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്ന പരിപാടി അവതരിപ്പിച്ചാണ്ടല്ലോ, രണ്ടും ഞെട്ടും. അത് ലോജിക്കലി കറക്റ്റാ. കാരണം നാളെ ഞായറാഴ്ചയാണ്, ഇപ്പൊ റീസണബിൾ ആണ് ഇന്ന് അങ്ങനെ ഒരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ. നമ്മുടെ പരിപാടി വിജയിക്കണമെന്നില്ല, അച്ഛനും അമ്മയും ഞെട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ്